ഹലോ ഗൈസ്, ഞങ്ങൾ കാലിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗിന്റെ ഗ്രാൻഡ് ഫിനാലെ കാണാനും റേസ് മോട്ടോയുടെ ഫാൻ ട്രാക്കിലെ മാർഷൽസ് ആയിട്ട് ഞങ്ങളവിടെ 2 ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വ്ളോഗിൽ ഞാൻ മാക്സിമം റേസിംഗിന്റെ വീഡിയോസും അതുപോലെ ട്രാക്കിലെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാലിക്കറ്റ് EMS സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് റേസ് നടക്കുന്നത്. 15 രാജ്യങ്ങളിൽ നിന്നായി 40-ലധികം റേസർമാർ ഈ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളിവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. റേസ് നടക്കുന്ന സ്ഥലത്ത് കാലിക്കറ്റ് EMS സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് റേസ് നടക്കുന്നത്. ഇവിടെ ഷോക്ക് വേണ്ടി 2 ഹിമാലയൻ 450കൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് കുറച്ച് പ്രൊഡക്റ്റുകൾ കയറ്റിയിട്ടുണ്ട്. എയ്സർ ബീസിൻ്റെ ABS ടാങ്കും അതുപോലെ ഹാൻഡ് ഗാർഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട്. പിന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ റേസ് മോട്ടോൻ്റെ ഒരു ഫാൻ ട്രാക്ക് ഉണ്ട്. ഇതിനകത്ത് എൻ്റെ എക്സ്പൾസ് ഇട്ടിട്ടുണ്ട്. അതിൽ ട്രെയിലാറിൻ്റെ ടയേഴ്സാണ് കയറ്റിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്റ്റോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈഡിങ് ഗിയേഴ്സും ടാങ്ക് ബാഗ് അതുപോലെ ഹെൽമെറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട്. എയ്സർ ബീസിൻ്റെ കിറ്റ്, എയ്സർ ബീസിൻ്റെ പ്രൊഡക്റ്റ്, MX ജേഴ്സി, ഹെൽമെറ്റ്, റൈഡിങ് ഗിയേഴ്സ് ഇവയെല്ലാമായിട്ടൊരു സ്റ്റോളുണ്ട്. റൈസിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന ടയേഴ്സാണിത്. റൈഡിങ് പാൻറ്, റൈഡിങ് ജാക്കറ്റ്, ഗ്ലൗവ്, ഹെൽമെറ്റ് ഇവയെല്ലാം ഉണ്ട്. ഈ ട്രാക്കിനകത്താണ് നാളെ റേസ് നടക്കുക. ഇന്ന് ഈവനിങ് തന്നെ ഇവരുടെ പ്രാക്ടീസ് സെക്ഷനും അതുപോലെ ട്രയൽ റണ്ണും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ബൈക്സ് എല്ലാം പ്രോപ്പറായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീംസ് എല്ലാം പ്രാക്ടീസിന് വേണ്ടി റേസ് ട്രാക്കിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിലൂടെ ഒരു പക്ഷേ ഇവർ ജമ്പ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഹൈറ്റ് മനസ്സിലാവില്ല. അത്രയ്ക്കും ഹെവി ഹൈറ്റിലാണ് ഈ ബൈക്കുകൾ ജമ്പ് ചെയ്യുന്നത്.
KLXൻ്റെ ഡിഫറെൻറ്റ് വേരിയൻറ്റ് വണ്ടികളുടെ ഇവിടെ 300, പിന്നെ CC കുറഞ്ഞ വണ്ടി 112, 230 റോഡ് ലീഗലായിട്ടുള്ള വണ്ടികൾ 85 വണ്ടി. ഏറ്റവും ചെറിയ വണ്ടി 110 ഫോർ കിഡ്സ്. വൺ ടെന്ന് 112 65 ഉണ്ട്. നമുക്കുള്ള കുറച്ച് ബൈക്കുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് KTM 350 EXC-F 6 days എഡിഷൻ എന്ന് പറഞ്ഞ മോഡൽ. നമ്മളിന്ന് കണ്ടതേ എല്ലാ ടീമും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നാളെയാണ് ഇതിൻ്റെ മെയിൻ റേസ് ഉണ്ടാവുക. നാളെ ഒരു ഈവനിങ്ങോടുകൂടി മെയിൻ റേസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മളിവിടെ ഒരു ഡോർമെറ്ററിയിൽ സ്റ്റേ ചെയ്ത് ഇനി തിരിച്ച് ട്രാക്കിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈവനിങ് ആണ് മെയിൻ റേസ് വരുന്നത്. അതുവരെ ഫണ്ട് റേസും കാര്യങ്ങളും പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ബാക്കി ക്ലിപ്പുകൾ കാണിച്ചു തരാം. വണ്ടികളും കാര്യങ്ങളൊക്കെ ടെക്നീഷ്യന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോ കൗണ്ടറുകളാണ് ഓരോ ടീമിൻ്റെ. ഇതാണ് റേസിൻ്റെ. 1290 ഉണ്ട്, പിന്നെ ഒരു സൂപ്പർ ക്രോസ് 350 ഉണ്ട്, പിന്നെ എൻഡ്യൂറോ 6 ഉണ്ട് 390, അതുപോലെ ഒരു 390X ഉണ്ട് അഡ്വഞ്ചർ. ഇത് പിന്നെ പുതിയ മോഡൽ ഡ്യൂക്കിൻ്റെ പുതിയ 160cc വരുന്ന പുതിയ മോട്ടോർ സൈക്കിളാണ്. 350cc ലോ വെയ്റ്റും ഹൈ പെർഫോമൻസും ആയിട്ട് വരുന്ന ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിളാണ് KTM 350 EXC-F. ഇവിടെ നിന്നും ഇതുപോലെ ഒരുപാട് മോട്ടോർ സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാനായി. ഇവിടെ വെച്ച് തന്നെ കുറച്ച് ബൈക്സിൻ്റെ റിവീലിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് കിഡ്സിന് വേണ്ടി ഹീറോ പുറത്തിറക്കിയ വിറ്റാഡേറ്റ് EK3 എന്ന ഡേർട്ട് ബൈക്ക്. ഇത് റേസിൻ്റെ ഫാൻ ട്രാക്കാണ്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈവനിങ് റേസും.
ഗൈസ് നമ്മളെ റേസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടത്. ഇനി ഇവിടുന്ന് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. ഈ ഒരു 2 days ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം.